കഥയും പരിസ്ഥിതിയും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംവദിക്കാനെത്തിയ ശ്രീ അംബികാസുധൻ മങ്ങാട്, അതുപോലെ ശ്രീ IP പത്മനാഭൻ എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സന്ദേശം തന്നെ കല, പ്രകൃതി, ജനാധിപത്യം എന്നാണ്. പ്രകൃതിയുടെ കണ്ണിൽ മനുഷ്യൻ എന്നത് അനേകം ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമാണ്. എന്നാൽ ദുരമൂത്ത മനുഷ്യന്റെ ഒരു അഹന്ത ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ മുഴുവൻ തനിക്ക് ആഹരിക്കാൻ ഉള്ളതാണ് എന്നാണ്. പ്രകൃതി മനുഷ്യനോട് ചെയ്യുന്ന പാതകങ്ങളൊക്കെ പതിന്മടങ്ങായി തിരിച്ചടിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ചൂരൽമലയും മുണ്ടക്കൈയും വാണിമേലുമൊക്കെ ദുരന്ത പാഠങ്ങളായി നമുക്ക് മുന്നിലുണ്ട്. ഹരിതരാഷ്ട്രീയത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കഥയും പരിസ്ഥിതിയും എന്ന വിഷയം ചർച്ച ചെയ്യുന്നത്. തൻ്റെ കഥകളിലും ചിന്തകളിലും മതബോധത്തിൽ പോലും ഉയർന്ന പാരിസ്ഥിതിക ജാഗ്രത പുലർത്തിയ വലിയ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ അവകാശികൾ പോലുള്ള കഥകൾ നമ്മൾ ഓർക്കുക. അതുപോലെ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ പ്രളയജലത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു നായയുണ്ട്. ആ തലമുറയിൽ തന്നെ പെട്ട പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ, ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യൻ തുടങ്ങിയ കഥകളുണ്ട്. പ്രകൃതിയുടെ സൗന്ദര്യാനുഭൂതികൾക്ക് മുന്നിൽ വിസ്മയഭരിതനായി നിന്ന ജൈവ മനുഷ്യനായിരുന്നു മഹാകവി P. കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഇതിഹാസം എന്നറിയപ്പെടുന്ന കവിയുടെ കാൽപ്പാടുകൾ ഇന്ന് വായനക്കെടുക്കുമ്പോൾ പൊയ്പോയ കേരള പ്രകൃതിയുടെ ഒരു വലിയ പ്രദർശനശാല തന്നെ നമുക്കവിടെ കാണാം. പിന്നീട് T. പത്മനാഭന്റെ സാക്ഷി എന്ന കഥ, UK കുമാരന്റെ സഹജീവികൾ എന്ന കഥ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജന്തുകഥകൾ എഴുതിയ VR സുധീഷിന്റെ കഥകൾ, അതുപോലെ ഐമനൻ ജോണിന്റെ കഥകൾ, ബിനോയ് തോമസിന്റെ കഥകൾ, പിൽക്കാലത്ത് വന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ കഥകളിലൊക്കെയും ഈ പാരിസ്ഥിതിക ബോധമുണ്ട്. ഏതായാലും ഈ വിഷയം ചർച്ച ചെയ്യാൻ നമുക്കിവിടെ കിട്ടിയ അതിഥി ഏറ്റവും അർഹനായ ആളാണ്. അദ്ദേഹത്തിൻ്റെ എന്മകജ എന്ന നോവൽ നമുക്കൊക്കെ പരിചയമുണ്ട്. എൻഡോസൾഫാൻ തീമഴയായി പെയ്ത ഒരു ഗ്രാമത്തിലെ മനുഷ്യരുടെ നരകതുല്യമായ ജീവിതം തീക്ഷ്ണമായ ഭാഷയിൽ അവതരിപ്പിച്ച നോവൽ, അവരുടെ ജീവിതവും അതിൻ്റെ അതിജീവന ശ്രമങ്ങളും ആ നോവലിൽ വരുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരിസ്ഥിതി കഥകൾ എഴുതിയ ഒരു ആളാണ് ശ്രീ അംബികാസുധൻ മാങ്ങാട് മാഷ്. അദ്ദേഹത്തെ കൂടുതൽ സംസാരിക്കുന്നില്ല, സമയപരിമിതിയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംവദിച്ചു തുടങ്ങാം. സർ, ഉയർന്ന പരിസ്ഥിതി ബോധമുള്ള ഒരു വ്യക്തി, ഒരു എഴുത്തുകാരൻ ഈ നിലയിൽ പരിണമിക്കാനിടയാക്കിയ സാഹചര്യങ്ങളും സ്വാധീനങ്ങളും ഒന്ന് വ്യക്തമാക്കാമോ? ഏറ്റവും പ്രിയപ്പെട്ടവരെ, കടത്തനാട് സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തട്ടെ. പഴയകാലത്ത് വടകരയിൽ വന്ന് കഥാസമ്മേളനത്തിലുമൊക്കെ എത്രയോ തവണ സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ വടകരയുടെ ഒരു വായനയിലുള്ള മുന്നേറ്റം ബോധ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും വരാൻ കഴിയുന്നതിലും സന്തോഷമുണ്ട്. ചോദ്യം അത്ര വ്യക്തമായി ഉത്തരം പറയാൻ പറ്റുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരാൾ എങ്ങനെ ആയിത്തീരുന്നു, എന്തെഴുതുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ രസതന്ത്രം പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബ തറവാട് പാരമ്പര്യത്തിലേക്ക് ഇങ്ങനെ പോയപ്പോൾ എനിക്ക് ബോധ്യമായൊരു കാര്യം, അമ്മയുടെ തറവാടിൻ്റെ അങ്ങേ തലയിൽ ജൈന പാരമ്പര്യം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അച്ഛൻ്റെ എത്രയോ തലമുറകളുടെ പിന്നിലേക്ക് പോകുമ്പോഴവിടെ ബൗദ്ധ പാരമ്പര്യം എനിക്ക് കണ്ടുകിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ജനിതകപരമായ ഒരു പ്രേരണയാവാം ഈ പരിസ്ഥിതി കൂടുതൽ വീണ്ടും വീണ്ടും എഴുതാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം കുട്ടിക്കാലം മുതലേ
ചുറ്റുപാടുകളെ നിരീക്ഷിക്കുകയും പ്രകൃതിയെ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിലുണ്ടാവുന്ന വലിയ അസ്വാസ്ഥ്യങ്ങളും ഭയങ്ങളുമാണ് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. മറ്റ് പല വിഷയങ്ങളെക്കാളും പാരിസ്ഥിതികമായ പ്രശ്നങ്ങളാണ് എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാവാം നേരത്തെ പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറും പി കുഞ്ഞിരാമൻ നായരും ഒക്കെ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരായി മാറുന്നത്. അവരൊക്കെ എഴുതി വെച്ചതിൻ്റെ അല്ലെങ്കിൽ അതിനു മുൻപ് സിയാറ്റിൽ മൂപ്പനൊക്കെ എഴുതി വെച്ചതിൻ്റെ ഒരു തുടർച്ചയിൽ അല്ലെങ്കിലും അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുള്ള തൊണ്ടച്ചൻ തെയ്യം എന്ന വയനാട്ടുകുലവൻ തെയ്യം ഉരിയാടുന്ന സമയത്ത് പറയുന്ന ഒരു വാക്യമുണ്ട്. അരിഞ്ഞു കുടിക്കല്ലേ കൊരേ കറന്നു കുടിക്കണേ, അരിഞ്ഞു കുടിക്കാൻ പാടില്ല, കറന്നു കുടിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് പരിസ്ഥിതി പ്രവർത്തകർ എഴുത്തുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത്ര വിഭവങ്ങൾ പ്രകൃതിയിലുണ്ട്, പ്രകൃതിയെ ഉപജീവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അരിഞ്ഞു കുടിക്കണം എന്ന് വെച്ചാൽ അരിഞ്ഞ് വെച്ചെടുത്തു നിന്നാണല്ലോ കവളപ്പാറകളും കൈകളും ചൂരൽമലകളും ഉണ്ടാകുന്നത്, അരിഞ്ഞു വെച്ച സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്നും വേണ്ടത്ര എടുക്കാം, ആവശ്യത്തിനുള്ള വികസനം സാധ്യമാണ്. പക്ഷേ നമ്മൾ അതിനോട് പ്രതികരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഇവിടെ വീരാൻകുട്ടി ഇരിക്കുന്നുണ്ട്, കവി, ഞാനും. ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ 3 വർഷക്കാലം ഏറ്റവും തെറി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേട്ട 2 എഴുത്തുകാർ. ഇപ്പൊ കേരളയിൽ എതിർക്കുന്നു പോലുള്ള അല്ലെങ്കിൽ ചില പരിസ്ഥിതി പ്രശ്നങ്ങളെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിഭയങ്കരമായിട്ട് 2 മത്സ്യങ്ങൾ എന്ന കഥ എഴുതിയതിന് ഭയങ്കരമായിട്ട് തെറി കേട്ട ഒരാളാണ് ഞാൻ. 10 കൊല്ലം പാഠപുസ്തകത്തിലുള്ളത് കൊണ്ട് 50 ലക്ഷം കുട്ടികളുടെ മനസ്സിൽ പരിസ്ഥിതി ബോധത്തിന്റെ വിത്തിടാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സിയാറ്റിൽ മൂപ്പനായാലും മാസും എംഗൽസും പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അവരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പ്രകൃതി എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, അടുത്ത തലമുറകളിലേക്ക് എങ്ങനെയാണ് കൈമാറേണ്ടത്, പ്രകൃതിയെ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ പ്രകൃതി ഭയങ്കരമായ തിരിച്ചടി നൽകും എന്നൊക്കെ എംഗൽസ് പറയുന്നുണ്ട്. ഗാന്ധിജി പറഞ്ഞ കാര്യം നമുക്കൊക്കെ അറിയാമല്ലോ. അതൊന്നും ഞാനിവിടെ വന്നിട്ട് പറയേണ്ട കാര്യങ്ങളല്ല, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനും എത്രയോ മുമ്പാണ് ഞാൻ പറഞ്ഞത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊരു തെയ്യം പറയുന്ന കാര്യം അരിഞ്ഞു കുടിക്കല്ലേ കറന്നു കുടിക്കേ എന്നാണ്. ഇത് തന്നെയാണ് കഥകളിൽ ഞാൻ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരേ ആശയമല്ല. ഓരോ രചനയിലും ഓരോ കഥയിലും അല്ലെങ്കിൽ ഓരോ നോവലിലും പാരിസ്ഥിതികമായ വിഭിന്ന വിഷയങ്ങളാണ് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ചിന്നമുണ്ടി എന്നൊരു കഥയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് അധിനിവേശ സസ്യങ്ങളെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും ആണ്. അത് മറ്റു കഥകളിൽ ആ വിഷയം വന്നിട്ടില്ല. ഇപ്പൊ 2 മത്സ്യങ്ങളിൽ പറയുന്ന വിഷയമല്ല മറ്റൊരു ഉതുപ്പാന്റെ കുന്ന് എന്ന് പറയുന്ന കഥയിലുള്ളത്. ഉതുപ്പാന്റെ കിണർ എന്ന കഥക്ക് സമാന്തരമായി എഴുതിയ ഒരു കഥയാണ്. അപ്പോൾ ഓരോ കഥയിലും വ്യത്യസ്തമായ പാരിസ്ഥിതികമായ ആശയങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അത്രമേൽ നമ്മുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജനിതക ഘടന നമ്മുടെ ഉള്ളിൽ എങ്ങനെയോ വർക്ക് ചെയ്യുന്നുണ്ട് എന്നായിരിക്കാം തോന്നുന്നത്. കഥയും പരിസ്ഥിതിയും എന്നത് വളരെ വ്യാപ്തിയുള്ള ഒരു വിഷയമാണ്. എങ്കിലും സർ, മലയാള കഥയിൽ ശ്രദ്ധേയമായ കുറച്ച് പരിസ്ഥിതി കഥകളെക്കുറിച്ച് മറ്റുള്ളവരുടെ അത് മണിക്കൂറുകളോളം പറയേണ്ട ഒരു വിഷയമാണെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പം നേരത്തെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ പറഞ്ഞല്ലോ. അത് പറയുമ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമുണ്ട്. 77 ആ കഥ വരുന്നത്. ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പരിസ്ഥിതി കഥയാണ് ഭൂമിയുടെ അവകാശികൾ. അതിനും 6-7 കൊല്ലം മുമ്പ് 69 സാക്ഷി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച പരിസ്ഥിതി കഥകളിലൊന്ന് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ ബഷീർ അവതരിപ്പിച്ച എല്ലാ ആശയങ്ങളും വളരെ മുമ്പ് 47 ശബ്ദങ്ങൾ എന്ന പുസ്തകത്തിൽ ബഷീർ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഭൂമിയുടെ അവകാശികൾ എന്ന ഒരു പേരുണ്ടാക്കിയ ഒരു ഓളമാണ് പിന്നീട് മലയാള കഥയിലെ പരിസ്ഥിതി വിഷയത്തിൻ്റെ ഒരു പര്യായമായിട്ട് ആ കഥയെ മാറ്റിയത്. പക്ഷേ ശബ്ദങ്ങൾ പല തലങ്ങളിൽ പഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പരിസ്ഥിതിയിൽ ശബ്ദങ്ങൾ എന്ന ചെറിയ നോവൽ, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്ന് ഞാൻ പറയുന്ന
അല്ലെങ്കിൽ ഏറ്റവും ഗംഭീരമായ നോവൽ ഏതാണ് എന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്ന ശബ്ദങ്ങൾ എന്ന പുസ്തകം അത് അപാരമായൊരു കൃതിയാണത്. പാരിസ്ഥിതികമായ വിജ്ഞാനത്തെ അല്ലെ പാരിസ്ഥിതികമായ സർഗബോധത്തെ ഇത്രമേൽ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് അതിലെ ചില വാക്യങ്ങൾ, ഭൂമിയുടെ ചോരയാണ് വെള്ളം, ഭൂമി ഒരു കാലത്ത് മരിച്ച ലോകമായി തീരുമോ? ഇപ്പോഴാണ് സ്റ്റീഫൻ ഹോക്കിങ് മരണപ്പെടുന്നതിന് കുറച്ചു മുമ്പ് 100 വർഷം എന്ന് പറഞ്ഞത്. ബഷീർ അന്ന് പറഞ്ഞത് ഒരു 500 വർഷം പരമാവധി. മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളെയും കൊന്നിട്ട് മനുഷ്യനും അവസാനിക്കുമെന്ന് ബഷീർ അന്ന് പറയുന്നുണ്ട്. ആലോചിക്കുക. ചെവിയോർക്കുക അന്തിമ കാഹളം ബഷീർ 90കളിലാണ് എഴുതുന്നത്. അതിനും 50 കൊല്ലം മുമ്പ് ബഷീർ വിഖ്യാതമായ ഒരു ചോദ്യമുണ്ട് ബഷീറിന്റെ ശബ്ദങ്ങളിൽ, നിങ്ങൾക്ക് പൊക്കിളുണ്ടോ എന്നാണ്. ആരും നമ്മളോട് ഇതുവരെ ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് പൊക്കിളുണ്ടോ. ഒരാണിനോടും പെണ്ണിനോടും ചോദിച്ചിട്ടില്ല. പക്ഷേ കിടിലം കൊള്ളിക്കുന്ന ആ ചോദ്യം, ഞാൻ അനാഥനാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ബഷീറിന്റെ ആത്മാംശമുള്ള കഥാപാത്രം ബഷീർ തന്നെ പറയാണ്, നിങ്ങൾക്ക് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പൊക്കിളുണ്ടോ? ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് അമ്മയുണ്ട്. അജ്ഞാതയായിരിക്കാം, അമ്മയുണ്ട്. അതുകൊണ്ടെന്താ? അതുകൊണ്ട് നിങ്ങൾക്ക് അച്ഛനുണ്ട്. അതുകൊണ്ടെന്താ? നിങ്ങൾക്ക് അച്ഛനും അമ്മയും മാത്രമല്ല ഒരുപാട് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുമുണ്ട് എന്ന് മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നിങ്ങളുടെ ബന്ധുക്കളാണ്. ഇതൊരു ഉദാത്തമായ സങ്കല്പമാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ ബന്ധുക്കളാണ്. അവിടെ അവസാനിക്കുന്നില്ല. ആ നോവലിന്റെ അവസാനമെത്തുമ്പോൾ ബഷീർ വീണ്ടും പറയാണ്, ഈ ലോകത്തിലുള്ളവരെല്ലാ മനുഷ്യരും പരസ്പരം ബന്ധുക്കളായിരിക്കാം. അതുകൊണ്ട് ഇവിടെയുള്ള പുഴുക്കളും പൂക്കളും പൂമ്പാറ്റകളും പാമ്പുകളും പക്ഷികളും എല്ലാ ജീവജാലങ്ങളും ബന്ധുക്കളാണ്, അടുത്ത ബന്ധുക്കളാണ്. 47 ശബ്ദങ്ങൾ എഴുതുകയാണ് ബഷീർ. ജനിതക തിയറി വരുന്നത് 2000-ന് ശേഷമാണ് അല്ലേ? എല്ലാ ജീവജാലങ്ങളുടെയും ജനിതക ഘടനയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നുള്ള നിരീക്ഷണ പരീക്ഷണ ഫലങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ അടുത്തല്ലേ? അതിനും ദശകങ്ങൾക്ക് മുമ്പ് ബഷീർ എഴുതി വെച്ചു. അപ്പൊ ബഷീർ എഴുതി വെച്ചത് പിന്നീട് ശാസ്ത്രമായിട്ട് വരുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ബഷീർ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ മരിച്ചാൽ പുലയുള്ളവരാണ് എല്ലാവരും എന്ന് പറഞ്ഞ് പാടി നടക്കുന്നുണ്ട് കുഞ്ഞിരാമൻ നായർ. കാക്ക ചത്താൽ പുല ആചരിക്കണം എന്നാണ് ബഷീർ കുഞ്ഞിരാമൻ നായർ പാടിയത്. ആലോചിച്ച് നോക്കൂ. കുഞ്ഞിരാമൻ നായരുടെ എത്രയോ കവിതകളിൽ, കാൽപ്പാടുകളിനേക്കാളും കവിതകളിലാണ് കുഞ്ഞിരാമൻ നായരുടെ പാരിസ്ഥിതികമായ ദർശനങ്ങൾ. എത്രയോ കവിതകളിൽ കുഞ്ഞിരാമൻ നായരുടെ പാഴിൽ വിഷാണുക്കൾ തുടങ്ങുന്ന ആ വരികൾ വായിച്ചു കഴിഞ്ഞാൽ കോവിഡിനെ കുറിച്ച് എഴുതിയതാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചു പോകും ആളുകൾ. കോവിഡിനെ കുറിച്ചാണോ ബഷീർ എഴുതിയതെന്ന് തോന്നും. ഒരു 4 വരി കവിത വായിച്ചാൽ എൻഡോസൾഫാൻ തളിക്കുന്നതിനെ കുറിച്ചാണോ കുഞ്ഞിരാമൻ നായർ എഴുതിയത് എന്ന് തോന്നും. കുഞ്ഞിരാമൻ നായർ എൻഡോസൾഫാൻ തളിക്കുന്നതിന് എത്രയോ മുമ്പ് മരിച്ചുപോയല്ലോ. അപ്പോൾ പ്രവാചക സദൃശമായിട്ട് മലയാള കഥയിലും കവിതയിലും പാരിസ്ഥിതികമായ ആശയങ്ങൾ, ദർശനങ്ങൾ ഉണ്ടാക്കുകയും ഒരു ഭൗമ സദാചാരത്തിന്, പാരിസ്ഥിതിക വിവേകത്തിന് മലയാളത്തിൽ ഗംഭീരമായ തുടക്കം കുറിക്കുകയും ചെയ്ത 2 പേരാണ് വൈക്കം മുഹമ്മദ് ബഷീറും പി കുഞ്ഞിരാമൻ നായരും. അവരൊക്കെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയിൽ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അല്ലാതെ ഞങ്ങൾ പുതിയ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള ഒരു നാട്യമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പുതിയ കാലത്തിൻ്റെ വിഷയങ്ങൾ കടന്നു വരുന്നുണ്ടാകും എന്നേ ഉള്ളൂ. നന്മകജയ് എന്ന നോവൽ രചനയുടെ പശ്ചാത്തലം വിവരിക്കുമോ? കൂടാതെ ആ പീഡിത ജനവിഭാഗങ്ങളുമായി ഈ നോവൽ രചനയ്ക്ക് മുമ്പും അതിനുശേഷവും ഉള്ള വൈകാരിക ഐക്യം, അവരോട് സമരത്തിലുള്ള സാറിൻ്റെ പങ്കാളിത്തം. ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിന് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നില്ല. പലതവണ പറഞ്ഞതുകൊണ്ടും വീണ്ടും വീണ്ടും ആ ഓർമ്മകളിലേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടും ആണ്. എൻ്റെ രചനാ പശ്ചാത്തലം ഞാനത് എഴുതിയിട്ടുമുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ ഗ്രാമവുമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രാമങ്ങളുമായിട്ടുള്ള ബന്ധം നോവലിന് ശേഷം എന്നുള്ളതൊരു വിഷയമാണല്ലോ. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എൻമകജ എന്ന നോവൽ എഴുതി കഴിഞ്ഞാൽ അവിടെ തീർന്നു, അടുത്ത നോവലിൻ്റെ പ്ലോട്ട് അന്വേഷിച്ചു പോവാം. പക്ഷേ ഞാൻ എൻമകജ എന്ന നോവൽ എഴുതി കഴിഞ്ഞ് പൂർത്തിയാക്കിയിട്ട് അതിനൊരു അടിവരയിട്ടിട്ട് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു.
ഇനി ജീവിതത്തിൽ ഞാൻ നോവൽ എഴുതില്ല. കാരണം എന്നെ മാനസികമായിട്ട് അത്രമാത്രം തളർത്തിയിരുന്നു. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാനാകെ തകർന്നു പോയിരുന്നു. കാരണം അതിൽ വരുന്ന കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ എനിക്ക് അടുത്തറിയാവുന്നവരാണ്. ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ഭാഷ കൊണ്ട് അലങ്കരിക്കേണ്ടി വരുന്നതിൻ്റെ പ്രയാസം ഒരു ഭാഗത്ത് വേറെ, നമ്മൾ അനുഭവിച്ചതിൻ്റെ 100-ലൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, ആ സങ്കടത്തെ ഇറക്കി വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ ക്ലേശം മറുവശത്ത്. അപ്പം അങ്ങനെ നോവൽ എഴുതി കഴിഞ്ഞിട്ട് ഇനി നോവൽ എഴുത്തിലേക്ക് ഒരിക്കലും പോവില്ല എന്ന് പ്രതിജ്ഞ എടുത്ത് മടക്കി വെച്ചതാണ് നോവൽ എഴുത്ത്. പിന്നെ ഞാൻ 10 കൊല്ലം നോവൽ എഴുതിയില്ല. 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്വയം ഇങ്ങനെ പതുക്കെ എന്തിനാ ഞാൻ അങ്ങനെ എഴുതാണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മാക്കം എഴുതുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് അല്ലോഹലൻ എന്ന പുതിയ നോവൽ എഴുതുന്നത്. അപ്പോൾ 10 വർഷം ഈ എൻമകജ എഴുതിയിട്ട് ഈ 10 വർഷം ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് എൻമകജ ഗ്രാമത്തിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. പക്ഷേ എൻമകജ നോവൽ എഴുതിയതിന് ശേഷമാണ് ആ ഗ്രാമത്തിലേക്കും അതുപോലുള്ള ഗ്രാമങ്ങളിലേക്കും ഞാൻ അതിൻ്റെ 100 ഇരട്ടി തവണയെങ്കിലും പോയിക്കൊണ്ടേയിരുന്നത്. ഒരു എഴുത്തുകാരൻ ഒരിക്കലും ആ ഗ്രാമത്തെ ഓർമ്മിക്കേണ്ട കാര്യമില്ല, അയാളുടെ പണി കഴിഞ്ഞു. പക്ഷേ എൻമകജ ഗ്രാമത്തിലേക്ക് നിരന്തരം പോവുകയും നോവലിൽ തന്നെ വരുന്ന കഥാപാത്രങ്ങളായ കുഞ്ഞുങ്ങളുടെ വീടുകളിലേക്കൊക്കെ പോവുകയും പിന്നെ ആ കുഞ്ഞുങ്ങൾ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെടുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവസാനമായിട്ടൊന്ന് കാണാൻ ഉള്ള ഒരു നിർഭാഗ്യം അത് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ലോകത്തിലുള്ള ഒരെഴുത്തുകാരനും ഇല്ലാത്തൊരു നിർഭാഗ്യമാണ് സ്വന്തം കഥാപാത്രങ്ങളായ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ പോയി കാണേണ്ടി വരിക എന്ന് പറയുന്നൊരു നിർഭാഗ്യം എനിക്ക് ഒരുപാട് തവണ, കവിത മരിച്ചപ്പോഴും, ശീലാവതി മരിച്ചപ്പോഴും, സുജിത്ത് മരിച്ചപ്പോഴും, കലേഷ് മരിച്ചപ്പോഴും, നവജിത്ത് മരിച്ചപ്പോഴും, ഇപ്പം അടുത്ത് ശ്രീധരൻ മരിച്ചപ്പോഴും, അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെ പോയി കാണേണ്ടി വന്നിട്ടുണ്ട്. അത് ജീവിതം ആണ്, നോവൽ അല്ല. നോവലാണ്. ഫിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഭാവനയാണ്, നോവൽ എന്ന് പറയുന്നത് എപ്പോഴും ഭാവനയാണ്. പക്ഷേ എൻമകജെ ഭാവനയല്ല. എവിടെയാണോ ഭാവന അവസാനിക്കുന്നത് അവിടെ നിന്നാണ് എൻമകജെ തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അത് എഴുതിയത് തന്നെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എഴുതിയത് തന്നെ ഒരു സമരത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ നടക്കുന്ന സമരത്തിന് ശക്തി പകരാൻ വേണ്ടിയിട്ട് എന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും എൻമകജയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് 2 ആഴ്ച മുമ്പ് മാതൃഭൂമിയിൽ ഒരു വലിയ സ്റ്റോറി വന്നിരുന്നു. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും എൻമകജയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനറൽ പേജിലാണ് ആ വാർത്ത വന്നത്. അത്രമാത്രം രാസകീടനാശിനികൾ നമ്മുടെ പച്ചക്കറികളിലും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും വളരെ ഭീകരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അപ്പം അങ്ങനെ എൻമകജ എന്നൊരു നോവൽ എഴുതി കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ആ ഗ്രാമത്തിലേക്ക് ഞാൻ നിരന്തരം പോവുകയും പലതരത്തിൽ അവരെ സഹായിക്കാനോ സമരങ്ങളെ ശക്തിപ്പെടുത്താനോ. ഇപ്പം എൻമകജ എന്ന ഒരു നോവൽ എഴുതുക മാത്രമല്ല, 4-5 കഥകൾ ആ വിഷയത്തിൽ എഴുതുക മാത്രമല്ല, ഞാൻ 70 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ഒരാൾ ഒരു വിഷയത്തെക്കുറിച്ച് 70 ലേഖനങ്ങൾ ഓൺലൈനായും അല്ലാതെയും എഴുതുന്നത്? എത്ര മാത്രം ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാകും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്ന് പറയുന്നത് സമര പ്രവർത്തനം തന്നെയാണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, എല്ലാ കാലത്തും ഉറച്ചു നിൽക്കുന്നു. എൻ്റെ എഴുത്തിൻ്റെ 50ാമത്തെ വർഷമാണിത്. എല്ലാ കാലത്തും ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എഴുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സമരപ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ടാണ് എൻമകജ നോവൽ എഴുതിയാൽ മതി, 70 ലേഖനം എഴുതണ്ട. പക്ഷെ അതും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നോവലാണ് DC ബുക്സ് ഈയിടെ പ്രസിദ്ധീകരിച്ച അല്ലോഹലൻ. ചെറിയ അല്ലോഹലനിൽ വരുന്ന പാരിസ്ഥിതിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അല്ലോഹലൻ എഴുതുമ്പോൾ അത് 14-ാം നൂറ്റാണ്ടിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു നാടുവാഴിയുടെ കഥയാണ്. കോലത്തിരിയുടെ സാമന്തനായ പയ്യന്നൂർ മുതൽ ബേക്കലംകോട്ട വരെയുള്ള അള്ളടം സ്വരൂപം വാണിരുന്ന നാടുവാഴികളിൽ പ്രമുഖനായ ഒരാളാണ് അല്ലോഹലൻ, 14-ാം നൂറ്റാണ്ട്. പക്ഷെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും ഇദ്ദേഹം വന്നിട്ടില്ല. തെയ്യത്തിൻ്റെ തോറ്റത്തിൽ നിന്നാണ് ഞാൻ അല്ലോഹലിനെ എടുക്കുന്നത്. പിന്നെ ആ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ രാജധാനി നിലനിന്നിരുന്ന അതിയാൽ എന്ന് പറയുന്ന മടിയൻകൂലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അമ്പലം ഇപ്പോഴുമുണ്ട്. അവിടെ ഉള്ള നാട്ടുകാരുടെ ഓർമ്മകളിൽ നിൽക്കുന്ന ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ട്. അതൊക്കെ ചേർത്ത്
അതിൽ നിന്നും വേണ്ടാത്തതിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ അല്ലോഹലൻ്റെ കഥ പറയാൻ ശ്രമിക്കുമ്പോൾ അല്ലോഹലൻ എന്ന നാടുവാഴിയെക്കുറിച്ചല്ല കൃത്യമായിട്ട് പറയുന്നത്. വായിച്ചിട്ടുള്ളവർക്കറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട ജാതി എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഈ നോവലിലെ മുഖ്യ പ്രമേയം. അപ്പോൾ ഈ നോവൽ എഴുതുമ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു, എൻ്റെ എല്ലാ നോവലുകളും പരിസ്ഥിതി ആയതുകൊണ്ട് ഈ നോവലിൽ അങ്ങനെ പരിസ്ഥിതി വേണ്ട എന്ന് ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് എഴുത്ത് തുടങ്ങിയതെങ്കിലും നോവൽ എഴുതി കഴിയുമ്പോൾ പിന്നെ നിറയെ പരിസ്ഥിതി വരികയാണ്. അങ്ങനെ വരാതിരിക്കാൻ പറ്റുന്നില്ല. ആ നോവൽ നിറയെ മരങ്ങളാണ്, പല മാതിരി മരങ്ങൾ, പ്രത്യേകിച്ചും കാഞ്ഞിര മരം. അല്ലോഹലൻ്റെ മരം കാഞ്ഞിരമാണ്. പിന്നെ ഒരുപാട് പൂക്കൾ, തിണകൾ, ഐന്തിണകൾ, അതിൻ്റെ വിന്യാസങ്ങൾ, ഇങ്ങനെ ഉള്ള ഒരുപാട് സന്ദർഭങ്ങൾ. അതിൽ നമ്മൾ വിചാരിക്കാതെ എഴുത്തിനിടയിൽ വരുന്ന കുറേ കൂണുകളുടെ മല, ഒരു മല മുഴുവൻ കൂണുകളാണ്. അങ്ങനെയുള്ള വിചിത്രമായ ഒരു ലോകം ആ നോവലിൽ അറിയാതെ പാരിസ്ഥിതികമായ കാഴ്ചപ്പാടോട് കൂടിയിട്ട് വരുന്നുണ്ട്. അതിലെ തിമിലി തടാകം, അതിലെ നാടുവാഴിയായ അല്ലോഹലൻ ചീമ്പിളു എന്ന് പറയുന്ന ഈ ആദിവാസി പെൺകുട്ടിയെ കൂട്ടിയിട്ട് കാട്ടിലൂടെ പോയിട്ട് തിമിലി തടാകത്തിലേക്ക് പോവാണ്, കൊടുങ്കാട്ടിലൂടെ. ഈ തിമിലി തടാകത്തെ വെട്ടിമുറിച്ചിട്ട് തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരാനാണ്, വെള്ളം കൊണ്ടുവരാനാണ്, അതിൻ്റെ പദ്ധതി തയ്യാറാക്കാനാണ് പോകുന്നത്. അല്ലോഹലൻ അവിടെ ചെന്നിട്ട് ഈ തിമിലി തടാകത്തിൽ മാനസ സരസ് പോലെ അതിഗംഭീരമായ നയനാഭിരാമമായ ഒരു സ്ഥലമാണ്. അതിലിറങ്ങി കുളിക്കുമ്പോൾ ചീമ്പിളുവെ നിർബന്ധിക്കുന്നു. ചീമ്പിളു ആദ്യം വഴങ്ങുന്നില്ല. പുലയ സമുദായത്തിൽപ്പെട്ടവർ കുളിച്ചാൽ കല്ലായി പോകുമെന്നാണ് കേൾവി. അതുകൊണ്ട് അവൾ പേടിക്കുന്നു. അല്ലോഹലൻ ധൈര്യം കൊടുക്കുന്നു. അവളും ഇറങ്ങി കുളിക്കുന്നു. അല്ലോഹലൻ കുളി കഴിഞ്ഞ് വന്നിരിക്കുന്നു. അന്നേരം ചീമ്പിളു പരിപൂർണ നഗ്നയായിട്ട് കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറി വരികയാണ്. സായന്തന സൂര്യൻ ഇവളുടെ മുകളിൽ സ്വർണം കോരി ഒഴിക്കുന്നുണ്ട് ആ വരവിൽ. അത് കണ്ട് അല്ലോഹലൻ ഇരിക്കുന്നു. അല്ലോഹലൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അല്ലോഹലൻ അവളെ ചേർത്ത് പിടിച്ചിട്ട് ഈ നാടുവാഴി, ഈ അവർണ സമുദായത്തിൽപ്പെട്ട, പുലയ സമുദായത്തിൽപ്പെട്ട സ്ത്രീയെ തന്നോട് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഈ തിമിലി തടാകത്തെ വെട്ടിമുറിച്ച് കൊണ്ടുപോകാനാണല്ലോ വന്നത്. അവളോട് പറയുന്നുണ്ട്, ഈ തിമിലി തടാകം ഭൂമിയുടെ ഹൃദയമാണ്, നമ്മൾ ഒരിക്കലും ഇതിനെ പരിക്കേൽപ്പിച്ചുകൂടാ എന്ന് പറയുന്നുണ്ട്. ആ ഒരു ബോധ്യം അയാൾക്ക് ഉണ്ടാവുന്നത് ഈ കാടിൻ്റെ മകളായ കീഴാള വിഭാഗത്തിൽപ്പെട്ട ഈ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുമ്പോഴാണ്. അതൊക്കെ എഴുത്തിനിടയിൽ വരുന്ന അറിയാതെ കടന്നു വരുന്ന നിമിഷങ്ങളാണ്. അങ്ങനെ വിചാരിക്കാതെ കുറേ സന്ദർഭങ്ങളുണ്ട് അല്ലോഹലൻ എന്ന നോവലിൽ പാരിസ്ഥിതികമായിട്ട് കടന്നു വരുന്നുണ്ട്. സർ, ആഗോളതാപനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രകൃതിയിലും പരിസ്ഥിതിയിലും ഉണ്ടാക്കിയ കഥയാണല്ലോ, അതിനെപ്പറ്റിയുള്ള കഥയാണല്ലോ നീരാളിയൻ. അതിനെക്കുറിച്ച് നീരാളിയൻ 2013 മലയാളത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്നത്. ആഗോള ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ആദ്യമായിട്ടുണ്ടായൊരു കഥ എന്നാണ് ജി മധുസൂദനൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. എനിക്കറിയില്ല. അപ്പോൾ ഗ്ലോബൽ വാർമിങ് എന്ന് പറയുന്നത് ലോക വിഷയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുള്ളത്, എൻ്റെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള മരക്കാപ്പ് കടപ്പുറത്ത് ആണ് ഈ ഒലിവ് റഡ്ലി വിഭാഗത്തിൽപ്പെട്ട ആമകൾ മുട്ടയിടാൻ വരുന്നത്. 10-60 കിലോ ഭാരമുണ്ടാകും. അവിടെ പതിവായിട്ട് ഞാൻ പോകാറുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള പ്രവീൺ, സുധീർ തുടങ്ങിയ കുറേ ചെറുപ്പക്കാരാണ് ആ നെയ്തൽ എന്ന കടലാമ സംരക്ഷണ കേന്ദ്രം അവിടെ നടത്തിക്കൊണ്ടുപോകുന്നത്. കടലാമ മുട്ടകളെ സംരക്ഷിച്ച് വിരിയുന്ന സമയത്ത് സുരക്ഷിതമായിട്ട് കടലിൽ വിടുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പം അങ്ങനെ വിടുന്ന സമയത്ത് എന്നെയും വിളിക്കും. അപ്പം നമ്മളൊക്കെ ബക്കറ്റിൽ നിന്നും കുഞ്ഞുങ്ങളെ കോരിയെടുത്തിട്ട് കടലിലേക്ക് വിടും. അപ്പോൾ കടലിലേക്ക് എങ്ങനെ പോവും? മുട്ട വിരിഞ്ഞതേ ഉണ്ടാവുള്ളൂ, വഴിയൊന്നും പറഞ്ഞു കൊടുക്കണ്ട, നേരെ കടലിലേക്ക് പോവുള്ളൂ. തിരിച്ചു കുഞ്ഞുങ്ങളെ കടത്തിയാലും കരയിലേക്ക് പോവില്ല. LKG UKG ഒന്നും പഠിക്കുന്നില്ല, അങ്കണവാടിയിൽ പോകുന്നില്ല. മുട്ടയിൽ വിരിഞ്ഞ ഉടനെ പോകുന്നത് കടലിലേക്കാണ്. പ്രകൃതിയിലെ അത്ഭുതങ്ങൾ അത്യത്ഭുതങ്ങളാണ്. ഒരു ചൈനയിലെ വൻമതിലും ഒരു താജ്മഹലും പ്രകൃതിയിൽ കാണുന്ന അത്ഭുതങ്ങളുടെ അടുത്ത് നിൽക്കില്ല എന്ന് ഞാൻ വളരെ മുമ്പ് തന്നെ ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. കഥയിലും അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന ആമകൾ 10, 16, 20 കൊല്ലം കഴിഞ്ഞിട്ട് അതിലെ പെണ്ണാമകൾ മുട്ടയിടാൻ വരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, അത് മാതൃതീരത്തേക്ക് തന്നെ വരും. മറ്റ് രാജ്യങ്ങളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പോകാതെ
കേരളത്തിന് നേർക്ക്, കാസർഗോഡിന് നേർക്ക് ഇതേ മരക്കാപ്പ് കടപ്പുറത്തേക്ക് വന്നിട്ട് ഈ ഇറങ്ങിപ്പോയ സ്ഥലത്ത് തന്നെ മുട്ടയിടും. എങ്ങനെയാണ് ഈ വഴി കടലിലൂടെ കണ്ടെത്തുന്നത്? നമുക്കൊരു 2 പറമ്പ് അപ്പുറം പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല. എന്നാൽ തന്നെ ഗൂഗിൾ മാപ്പ് വേണം. ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ നമ്മൾ ഏത് കുളത്തിലാണ് ഏത് പുഴയിലാണ് വീഴുക എന്ന് നമുക്ക് പറയാനും പറ്റൂല. പക്ഷേ ആർട്ടിക് ടേൺ പോലുള്ള പക്ഷികൾ, സാൽമൺ, പലതരം മത്സ്യങ്ങൾ, പലതരം ജീവികൾ അല്ലെ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ലേഖനം വായിച്ചു, ഈ പറക്കുന്ന പക്ഷികളുടെയും മറ്റൊക്കെ ജീവികളുടെയൊക്കെ ഉള്ളിൽ ഗൂഗിൾ മാപ്പ് പോലെ ഒരു ജനിതക ഘടനയിലൊരു മാപ്പ് ഉണ്ട് എന്ന് വായിക്കേണ്ടായി. അതുപയോഗിച്ചിട്ടാണ് പക്ഷികൾ കൃത്യമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് എന്ന്. അപ്പൊ മനുഷ്യനില്ലാത്ത എത്രയോ കഴിവുകൾ ജീവജാലങ്ങൾക്കുണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. മനുഷ്യനാണല്ലോ ഏറ്റവും അശരണ വിഭാഗം. 1 വയസ്സ് വരെ എണീറ്റ് നടക്കാൻ പോലും പറ്റൂല. എത്ര വയസ്സ് വരെ? 10-20 വയസ്സ് വരെ അമ്മമാർ നോക്കണം കുഞ്ഞുങ്ങളാ. രാവിലെ കുളിക്ക് പറയണം, മറ്റെല്ലാ കാര്യങ്ങളും ഭക്ഷണം എടുത്ത് വായിൽ വെച്ച് കൊടുക്കണം 18-20 വയസ്സുള്ള കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ പ്രകൃതിയിൽ കണ്ടിട്ടില്ല. ആനയായാലും പിന്നെ ഏത് ജീവിയായാലും പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾ എണീറ്റ് പായുന്നത് കണ്ടിട്ടില്ലേ? വെള്ളത്തിൽ വീണ നീന്തുന്നത് കണ്ടിട്ടില്ലേ? മനുഷ്യര് മാത്രമല്ലേ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നുള്ളൂ. അത്തരം ഇതര ജീവജാലങ്ങൾക്കുള്ള വലിയ പിന്നെ കഴിവുകളെയും ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ മനുഷ്യൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ മുട്ടയിടാൻ വരുന്ന സമയത്ത് ആമകൾ എന്ത് ചെയ്യുന്നറിയോ? ഈ മുട്ട ഇടാൻ വരുന്ന കയറി വരുന്ന പാടുകൾ മായ്ച്ചു കളയും, പൂഴി തേവിയിട്ട് മായ്ച്ചു കളയും. മുട്ട കുഴിയെടുത്ത് മുട്ടയിട്ടിട്ട് അമർത്തും, നന്നായി അമർത്തിയിട്ട് അപ്പൊ പാട് കാണുമല്ലോ, അപ്പോൾ ചിറക് കൊണ്ട് അത് വീശിയിട്ട് പാട് മായ്ക്കും. ആർക്കും മനസ്സിലാവില്ല. ഇറങ്ങിപ്പോകുന്ന വഴി മായ്ച്ചുകൊണ്ടാ പോവാ. ഇത് സ്റ്റഡി ക്ലാസ് എടുത്തിട്ടൊന്നുമല്ലല്ലോ. ആമകൾക്ക് സ്റ്റഡി ക്ലാസ് എടുത്ത് വിടുകയാണോ? ഒന്നുമല്ല. എന്ന് ഇറങ്ങിപ്പോവാണ്. മാതൃത്വം എന്ന് പറയുന്നൊരു അനുഭവം ആമകൾക്കില്ല കേട്ടോ. മനുഷ്യനൊക്കെ അതിൽ ഏറ്റവും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ആമകൾക്ക് മുട്ടയിട്ട് അങ്ങ് പോവാം. പിന്നെ തൻ്റെ കുഞ്ഞ് വിരിഞ്ഞോ, തൻ്റെ കുഞ്ഞിനെ പാലൂട്ടണോ, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കണോ, ഒന്ന് കെട്ടിപ്പിടിക്കണോ എന്നൊക്കെ വിചാരിച്ചാൽ പുറംകടലിൽ ആമകൾ കാത്തു നിൽക്കുന്നൊക്കെ തോണിക്കാർ പറയാറുണ്ട്. എനിക്കത് അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള അത്ഭുതം ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു തവണ ബാംഗ്ലൂരിൽ നിന്നുള്ള സയന്റിസ്റ്റുകൾ വന്നിട്ട് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, ഈ ആമ മുട്ട വിരിയുന്ന സമയത്ത് ചൂട് ആണ് കുഞ്ഞുങ്ങളെ ആണോ പെണ്ണോ ആയിട്ട് മാറ്റുന്നത്. അല്ലാതെ ഗർഭാശയം സ്കാൻ ചെയ്താൽ കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് ആമയിൽ പിടികിട്ടില്ല. ചൂട് 29 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എങ്കിൽ കുഞ്ഞുങ്ങൾ പ്രായേണ ആൺകുഞ്ഞുങ്ങളായും, 34 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അന്തരീക്ഷത്തിലെ ചൂട് എങ്കിൽ കുഞ്ഞുങ്ങൾ പ്രായേണ പെൺകുഞ്ഞുങ്ങളായും വിരിയും. അങ്ങനെയാണ് ആണും പെണ്ണും ഉണ്ടാകുന്നത്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം എന്നെ ഞെട്ടിച്ചു, എൻ്റെ ഉറക്കം കെടുത്തി. അവർ പറഞ്ഞു 34 ഡിഗ്രി സെൽഷ്യസിൽ അന്തരീക്ഷ താപനില കൂടിയാൽ ഈ മുട്ടകളെല്ലാം ചീഞ്ഞു പോകും, വിരിയില്ല. അതെന്നെ വല്ലാതെ ഉറക്കം കെടുത്തി. സാധാരണ ആളുകളത് ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷെ നമ്മളെ കവിത എഴുതുന്നവരെയും കഥ എഴുതുന്നവരെയും ഒക്കെ നമ്മളെ വല്ലാതെ, പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഇത് വല്ലാതെ അലട്ടും. എന്നെ ശരിക്കും അലട്ടി. ആ അലട്ടലിൽ നിന്നാണ് നീരാളിയൻ എന്ന് പറയുന്ന ഒരു കഥ ഉണ്ടാവുന്നത്. കഥ എഴുതുമ്പോൾ അത് വേറൊരു രീതിയിലൊക്കെ പോകുന്നു, വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു. ദിനോസറിന്റെ കാലത്തുള്ളൊരു ജീവിവർഗത്തെയാണ് മനുഷ്യൻ, ഇപ്പോൾ 1-2 ലക്ഷം വർഷം മുമ്പ് തന്നെ ഉണ്ടായ മനുഷ്യൻ കൊല്ലുന്നത്, ഇല്ലാതാക്കുന്നത്. തവളകളുടെ കാലത്ത്, ദിനോസറുകളുടെ കാലത്ത് ഉദയം ചെയ്ത ഒരു ജീവിവർഗത്തെയാണ് എന്ന് നമ്മൾ ഓർക്കുന്നില്ല. ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കിയത് മനുഷ്യനാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിലാണ് നീരാളിയൻ എന്ന കഥ എഴുതിയത്. ആവാസ വ്യവസ്ഥയിൽ വരുന്ന ചെറിയ ക്രമഭംഗം പോലും മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുമെന്നാണ് 2 മത്സ്യങ്ങൾ എന്ന കഥയെ മുൻനിർത്തി അതൊന്ന് വിശദമാക്കും. അത് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മരക്കാപ്പ് കടപ്പുറത്താണ് ഈ സംഭവം. പക്ഷെ അത് ലോകത്തിന് മുഴുവൻ വിഷയമാണ്. ചെറുകാട് പറയുന്ന പോലെ എൻ്റെ മുരിങ്ങച്ചുവട്ടിൽ നിന്ന് ഞാൻ വലിയ ലോകത്തെ നോക്കുകയാണ്. ഗ്ലോബൽ വാർമിംഗ് എല്ലാ രാജ്യത്തിൻ്റെയും വിഷയമാണല്ലോ. അതുപോലെ 2 മത്സ്യങ്ങൾ എന്ന കഥ തുടങ്ങുന്നത് ഈ മരക്കാപ്പ് കടപ്പുറത്തിനടുത്തുള്ള കൗവായി കായലിൽ നിന്നാണ്. മീനുകൾ മുട്ടയിടാൻ പുഴകളിലൂടെ പോയിട്ട് ചീമേനി കുന്നുകൾ കയറിയിട്ട് കയറി പോകും മീനുകൾ. വെള്ളം ഒഴുക്കൊന്നും വേണ്ട, വെള്ളത്തിന്റെ പശ മതി. കഥയിൽ പറയുന്നത് പോലെയാണ്. കഥയിൽ ഫിക്ഷനേ ഇല്ല. കയറി പോയിട്ട് ശൂലാപ്പുകാവിൽ മുട്ടയിടാൻ പോകുന്നു. ഇപ്പോഴും കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിലുള്ള ശൂലാപ്പുകാവിൽ എത്രയോ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ വരുന്നു. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അത് പഠിക്കാനുണ്ട് ഉള്ളത് കൊണ്ട് ഇക്കൊല്ലം കൂടി ഉണ്ട്.
എത്രയോ നൂറുകണക്കിന് സ്കൂളിലെ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട് ഈ ശൂലാപ്പുകാവ് കാണാനും കവ്വായി കായൽ കാണാനും മീനുകളെ കാണാനും. അപ്പോൾ ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ എഴുതുന്നത്, ഭാവനയല്ല. ഇപ്പൊ 2 മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ സംരക്ഷിക്കണമെന്നാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ എന്തിനാണ് സംരക്ഷിക്കുന്നത്? മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. പൂമ്പാറ്റകളും മണ്ണിരകളും മറ്റു തേനീച്ചകളും ഇല്ലാത്തൊരു ലോകത്ത് മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ഒരു ലേഖനത്തിൽ ഞാൻ മുമ്പ് വായിച്ചത് തേനീച്ചകളില്ലാതായി 4 മണിക്കൂർ കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന വംശം ഇല്ലാതാകുമെന്നാണ്. അപ്പൊ തേനീച്ചകൾ ഉണ്ടാവേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളൊക്കെ ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യമാണ്. സിയാറ്റിൽ മൂപ്പൻ പണ്ടേ പറഞ്ഞതാണ്, ഭൂമി നമ്മുടേതല്ല, നാം ഭൂമിയുടേതാണ്. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. എത്രയായാലും നമുക്കത് മനസ്സിലാവുകയും ഇല്ല. അത് വലിയ പ്രശ്നമാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് പരിസ്ഥിതി കവികളും പരിസ്ഥിതി കഥാകൃത്തുക്കളും എന്തിനാണ് തെറി കേൾക്കുന്നത്? ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത തെറികളാണ് എൻ്റെ 58-ാമത്തെ 60-ാമത്തെ വയസ്സിൽ ഞാൻ കേട്ടത്. അമ്മാതിരി തെറികളാണ് ഫേസ്ബുക്കിൽ വീരാൻകുട്ടിക്കും എനിക്കും എതിരെയൊക്കെ വന്നിട്ടുള്ളത്. എന്തിനാണ് തെറി കേൾക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ജീവിച്ചിരിക്കണം, അതിനുള്ള ആവാസ വ്യവസ്ഥ സംരക്ഷിക്കണം എന്ന് പറയുന്നതിനാണോ? മാഫിയകൾ നമ്മളെ വന്നിട്ട് ആക്രമിക്കുകയോ അല്ലെങ്കിൽ മാഫിയകൾ വന്നിട്ട് നമ്മൾ തെറി വിളിക്കുകയോ ചെയ്യും. അത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ എഴുതുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. ഈ ലോകം നിലനിൽക്കണം. നമ്മുടെ അനന്തര 2 മത്സ്യങ്ങളിൽ അഴകൻ പൂവാലിയോട് പറയുന്നില്ലേ, പൂവാലി നിന്റെ മക്കൾക്ക്, നമ്മുടെ മക്കൾക്ക്, അവരുടെ മക്കളുടെ 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 മക്കൾക്ക്, അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? എംഗൽസ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ അടുത്ത തലമുറക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് ഭൂമി. നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ളതല്ല ഭൂമി. മാസ് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, അത്യാർത്ഥിക്കുള്ളതല്ല ഭൂമി, ആവശ്യത്തിനെടുക്കാം. ഇതല്ലേ ഞങ്ങളും പറയുന്നുള്ളൂ. സുഗതകുമാരി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയെ പറഞ്ഞ തെറികൾ എന്താണ്? സാംസ്കാരിക കേരളം ഇത് കേട്ടിരുന്നില്ലേ? ശരി, മാഷ് കുറേയേറെ പരിസ്ഥിതി കഥകൾ എഴുതിയിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. എഴുത്തുകാരിൽ നിന്നും വായനക്കാരിൽ നിന്നും എന്തിനാണ് ഇത്രയും അധികം പരിസ്ഥിതി കഥകൾ എഴുതുന്നത് എന്ന് ചോദ്യമുണ്ടായല്ലോ. എന്താണ് സർ മറുപടിയായി പറഞ്ഞത്? തീർച്ചയായിട്ടും എൻ്റെ മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം എന്നോട് കാര്യമായിട്ടൊരു തവണ പറഞ്ഞു, വിഷയം മാറ്റിപ്പിടിക്കും മാഷേ, കുറേ ആയല്ലോ പരിസ്ഥിതി കഥകൾ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ആ സമയം തോന്നി, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ അതിനുശേഷമാണ് ഞാൻ 2 മത്സ്യങ്ങളും ഒരുപക്ഷെ എൻ്റെ കഥയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട നീരാളിയനും പിന്നെ ചിന്നമുണ്ടിയും എൻ്റെ പരിസ്ഥിതി കഥകളിൽ ഏറ്റവും നല്ല കഥകൾ വന്നതിന് ശേഷമാണ്. നമുക്ക് എഴുതാതിരിക്കാനാവില്ല. നമ്മളെ അസ്വാസ്ഥ്യപ്പെടുത്തുന്ന വിഷയങ്ങളാണ്, നമ്മുടെ ഉത്കണ്ഠപ്പെടുത്തുന്ന വിഷയങ്ങളാണ്, നമ്മുടെ ഉറക്കം കളയുന്ന വിഷയങ്ങളാണ്. ആ ഉന്മാദത്തെ എടുത്തു കളയാൻ വേറെ വഴിയില്ല. സ്വാസ്ഥ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുക. അതിന് നമുക്കൊരു പോംവഴി എന്നുള്ള നിലയിൽ കൂടിയാണ് നമ്മളിത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് എഴുതാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അല്ലോഹലിൽ പരിസ്ഥിതി വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് എഴുതി തുടങ്ങി. പക്ഷെ എന്ത് സംഭവിച്ചു? അല്ലോഹലിൽ പരിസ്ഥിതി കൂടുതൽ വന്നു. അപ്പം ഇനി എഴുതുമ്പോഴത് വന്നേക്കാം. ഞാൻ ഉത്തരം ചുരുക്കി പറയാണ്, സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്. ഭരണകൂടം, അതിൻ്റെ ജിഹ്വകൾ, വികസനവാദികൾ, സാമാന്യ ജനങ്ങളുടെ ഒരു വിഭാഗം, ഇവരൊക്കെയും പരിസ്ഥിതിവാദികളെ ശകുനം മുടക്കികളായി കാണുന്നുണ്ട്. ഇതിനെന്താണ് സർ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? വികസനത്തെ നമ്മൾ എതിർക്കുന്നൊന്നുമില്ല. നമുക്ക് റോഡ് വേണം, പാലങ്ങൾ വേണം, ദേശീയപാത വികസനം നടക്കുന്നുണ്ട്. നമ്മളതിനെതിരൊന്നും സമരം ചെയ്തിട്ടില്ലല്ലോ, ഇല്ല. പക്ഷേ വികസനം എന്ന് വലിയ ടൈറ്റിലിന്റെ അടിയിൽ ബ്രാക്കറ്റിൽ അഴിമതി എന്നൊരു വാക്കുണ്ട് എന്ന് എന്നെക്കാളും നിങ്ങൾക്കറിയാം. ഏത് വലിയ സംരംഭം വരുമ്പോഴും ബ്രാക്കറ്റിൽ അഴിമതി എന്നൊരു സംഭവമുണ്ട്. ഇപ്പം 2ാമത്തെ ബ്രാക്കറ്റിൽ പരിസ്ഥിതി വിനാശം എന്ന സംഭവമുണ്ട്. അപ്പോൾ നമ്മളിത് എതിർക്കുന്നത് തീർച്ചയായിട്ടും പ്രകൃതിക്ക് ചേരാത്ത വികസിച്ച് ഡൽഹി വികസിച്ച് വന്നില്ലേ? ഡൽഹി വികസിച്ച് എവിടെ എത്തി? മാസ്കും കൊണ്ടാണ് ഡൽഹിയിൽ ആളുകൾ, ഓക്സിജൻ മാസ്കും കൊണ്ടാണ്. കഴിഞ്ഞ മലിനീകരണ കാലത്ത് 2019 മാസ്കിന് വേണ്ടി അവിടെ ഓട്ടായിരുന്നു, ഓക്സിജൻ കിറ്റിന് വേണ്ടിയിട്ട് ഓട്ടമായിരുന്നു. അപ്പോഴാണ് എൻ്റെ പ്രാണവായു എന്ന് പറയുന്ന കഥ കുറച്ച് വൈറലായി മാറിയത്. പിന്നീട് കോവിഡ് കാലത്ത് ആ കഥ വൈറലായി.
അപ്പൊ ഇതിന് ഉത്തരം എന്നുള്ളതിൽ പ്രാണവായു തന്നെ പറയാം. പ്രാണവായു ഞാൻ 2015 മാതൃഭൂമിയിൽ എഴുതുന്നത്. അന്നേരം അഭിനന്ദനം വന്നു, പിന്നെ കൂടെ ശകാരങ്ങളും വരും കേട്ടോ. അതിലൊരു ശകാരം വന്നത് എറണാകുളത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കളൊക്കെ ഏത് ലോകത്താ, വെള്ളരിക്ക പട്ടണത്തിലാണ് ജീവിക്കുന്നത്, താങ്കൾക്കൊന്നൊരു ബോധമില്ലേ, ഇങ്ങനെയാണോ കഥ എഴുതുന്നത്, ഓക്സിജൻ കിറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്നൊക്കെ പറഞ്ഞ ബാലരമയാണോ കഥ എഴുതാൻ? ഞാനെല്ലാം കേട്ടു. നമ്മൾ കേട്ടൊന്നും മറുപടി പറയില്ല. കോവിഡ് കാലത്ത് ഈ കഥ വൈറലായപ്പോൾ ഇതേ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ എനിക്ക് മാപ്പ് തരണം. അതേ ചെറുപ്പക്കാരൻ, എനിക്ക് ഓർമ്മ വന്നില്ല. ഞാൻ ചോദിച്ചു, ആരാ, എന്തിനാ മാപ്പ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഇത്ര കൊല്ലം മുമ്പ് വിളിച്ചിട്ടുണ്ട് പ്രാണവായു എഴുതിയ സമയത്ത്, പക്ഷെ ഇതാ 6-7 കൊല്ലമാകുമ്പോഴത്തേക്കും ഇത് യാഥാർത്ഥ്യമായല്ലോ, ഞെട്ടിപ്പോയി മാഷെ, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് മാപ്പ് തരണം. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ മാപ്പ് കൊടുക്കാൻ ആരാണ്? ആരും ആരെയും നമസ്കരിക്കേണ്ടവരോ മാപ്പ് കൊടുക്കേണ്ടവരോ അല്ല മനുഷ്യരാരും. ഞാൻ എഴുതുന്നത് എൻ്റെ ഭയങ്ങളാണ്, എൻ്റെ ഉത്കണ്ഠകളാണ്, എൻ്റെ അസ്വാസ്ഥ്യങ്ങളാണ്. പക്ഷേ സംഭവിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയാണ് ഓരോ പരിസ്ഥിതി കഥയും. ഒരമ്മ കുഞ്ഞ് ഓടി കളിച്ച് വീഴാൻ പോകുമ്പോൾ തലയിൽ കൈവച്ചിട്ട് നിലവിളിക്കില്ലേ, മോനെ കൈപൊട്ടും കാല് പൊട്ടും തല പൊട്ടും കിണറ്റിൽ വീഴും അപകടപ്പെടുമെന്നൊക്കെ നിലവിളിക്കുന്നത് തൻ്റെ കുഞ്ഞിന് അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ, ഒരിക്കലും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയാണ്. അതുപോലെയാണ് നമ്മൾ പരിസ്ഥിതി കഥകൾ എഴുതുന്നത്. ചില മുന്നറിയിപ്പുകൾ പോലെ, ചില വിബൽ സന്ദേശങ്ങൾ പോലെ. ഇങ്ങനെ പിന്നെ ചിന്നമുണ്ടി എന്നൊരു കഥ എഴുതുമ്പോൾ അതിൽ ആഫ്രിക്കൻ ഒച്ചുകൾ വരുന്നുണ്ട്. 8 കൊല്ലം മുമ്പാണ് എഴുതിയത്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊന്നും ആഫ്രിക്കൻ ഒച്ച ആ സമയത്തില്ല. ഇന്ന് നിങ്ങൾ കാഞ്ഞങ്ങാട്ട് ദേശത്ത് വരിക, ഇന്ന് ഞങ്ങളുടെ പറമ്പിലും എല്ലാ കാഞ്ഞങ്ങാട് പ്രദേശത്തും ആഫ്രിക്കൻ ഒച്ചുകളുടെ വിളയാട്ടമാണ്. ആലോചിച്ചോക്കൂ, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ MPhil പഠിക്കുമ്പോഴാണ് അവിടെ അക്കേഷ്യ നടുന്നത്. അന്ന് ഞാൻ മാതൃഭൂമിയിൽ കണ്ണുരോഗം എന്ന് പറയുന്ന ഒരു കഥ എഴുതി. കഥയിൽ പറയുന്നത് അക്കേഷ്യ നടാൻ പാടില്ല, ഫലവൃക്ഷങ്ങൾ നടണം എന്നാണ്. എന്നെ അന്ന് എല്ലാവരും കളിയാക്കി. മരം നടുന്നതിനെതിരെ, അക്കേഷ്യ സാമൂഹ്യ വനവൽക്കരണത്തിനെതിരെയും കഥ എഴുതുന്നോ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ കളിയാക്കി. പക്ഷേ അക്കേഷ്യ കേരളത്തിൽ മുഴുവൻ നിറഞ്ഞ് വലിയ ക്യാൻസർ പോലെ പടരുന്നു. ഒരു കീമോ കൊണ്ടും മായ്ക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്യാൻസറായിട്ട് അക്കേഷ്യ ഒരു ഭാഗത്തും കുളവാഴ ഒരു ഭാഗത്തും മറ്റു ജീവജാലങ്ങൾ, അധിനിവേശ ജീവികൾ മറ്റൊരു വശത്തും വന്ന് കേരളത്തെ ഇങ്ങനെ മുക്കുകയാണ്. കൈ മറ്റേതുപോലുള്ള പെട്ടെന്നുണ്ടാവുന്ന അപകടങ്ങൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, വാർത്തകൾ വലുതായിട്ട് വരും. പക്ഷെ സൈലൻ്റായിട്ട് കേരളം ഇങ്ങനെ വലിയ വിനാശത്തിലേക്ക് പോകുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് വലിയ അപകടമാണ്. ചിന്നമുണ്ടി എന്നൊരു കഥയിലും മറ്റു പല കഥകളിലും ഈ ഒരു ഭീഷണിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഈ കണ്ണുരോഗം എന്ന് പറയുന്ന അക്കേഷ്യയെക്കുറിച്ച് എഴുതിരായിട്ട് എഴുതിയ കഥയുണ്ട് എന്ന് പറഞ്ഞില്ലേ. 2022 ഞാൻ കാര്യവട്ടം ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ എഴുതിയത്. ഞാനവിടെ പഠിക്കുമ്പോൾ ഇതേ കാര്യവട്ടം ക്യാമ്പസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2022 ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗൂഗിള് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. എന്താണെന്നറിയോ? ആ ക്യാമ്പസിലെ 100 കണക്കിന് ഏക്കറയിലെ അക്കേഷ്യ മുഴുവൻ മുറിച്ചു മാറ്റാനും അവിടെ ഫലവൃക്ഷങ്ങൾ നടാനുമുള്ളൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 46 കൊല്ലം മുമ്പ് ഞാൻ കഥയിൽ എഴുതിയത് അവിടെ അക്കേഷ്യ നടരുത്, ഫലവൃക്ഷങ്ങൾ നടണം എന്നാണ്. അന്ന് എന്നെ എല്ലാവരും പരിഹസിച്ചു. അപ്പം അതുകൊണ്ട് കഥകൾ, പരിസ്ഥിതി കഥകൾ, അങ്ങനെ എഴുതുന്ന കഥകൾ അങ്ങനെ ഭാവനയുടെ കൊട്ടാരങ്ങളാണ്, സങ്കല്പകാന്തികളാണ് എന്ന് ധരിക്കരുത്. ചില യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിരാളിയനും അങ്ങനെ ഉണ്ടായിട്ടുള്ള കഥയാണ്. നമ്മളെ സമയം ഏതാണ്ട് കഴിയാറായി. ഒരു ചോദ്യം കൂടി. ഈ എന്മകജയിലെ പ്രധാന കഥാപാത്രങ്ങളായ ദേവയാനി, നീലകണ്ഠൻ, ഇവർ 2 തവണ ഈ എൻഡോസൾഫാൻ ലോബിയുടെ ഗുണ്ടകളുടെ ആക്രമണത്തിന് വിധേയമാവുന്നുണ്ട്. 2ാമത്തെ തവണ അവരെ വസ്ത്രം ഉരിഞ്ഞ് ഒരു മലയുടെ മേൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കി, തലകീഴായി കെട്ടിത്തൂക്കി കൊല്ലാനായിരുന്നു ശ്രമം. സർ, ഇത് ഭാവനാത്മകമാണോ? സമാനമായ നടപടികൾ ഈ ലോബിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആ നോവലിലെ ദേവയാനി പൂർണ്ണമായിട്ടും ഒരു ഭാവനയാണ്. ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ഉള്ളതാണ്. ദേവയാനിയെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവരാണല്ലോ. അതിൽ നീലകണ്ഠന് മാതൃകയായിട്ടൊരു പുരുഷനുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ നേരിടുന്ന അനുഭവങ്ങൾ അവിടെ സത്യത്തിൽ ഉണ്ടായതല്ല. അത് ഫിക്ഷന്റെ ഭാഗമായിട്ട് കുറച്ച് ചേർത്ത കാര്യങ്ങളാണ് എന്ന് പറയാം. പക്ഷെ എൻഡോസൾഫാൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവാറുണ്ട്. പലതരത്തിലുള്ള ഭീഷണികൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേസമയം നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മറ്റൊരു വശത്ത് നമ്മൾ സമരം ചെയ്യുമ്പോൾ
കേസിൽ പിടിച്ചിടും പ്രതികളായിട്ട്. ഞാൻ എത്രയോ കേസുകളിൽ പ്രതിയായ, ഞാനൊരു സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്ത, ഒരു കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എത്രയോ തവണ കേസിൽ പ്രതിയായിട്ടുണ്ട്, ഒരു തവണ ഒന്നാം പ്രതിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും, വേണ്ടാത്ത പണിക്ക് എന്തിനാ പോകുന്നത്, നിനക്ക് നല്ല ശമ്പളമുണ്ട്, കഥ എഴുതുന്നുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, നീ ഇവരൊക്കെ പോയിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്തിനാണ് ഇങ്ങനെ അവരുടെ കൂടെ നിലത്ത് ചമ്രം മടിഞ്ഞിരുന്നിട്ട് മണ്ണിലിരുന്നിട്ട് ഈ സമരം ചെയ്യുന്നത് എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് ഈ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകൾ അറിയാം, അവരറിയാം, അവരനുഭവിക്കുന്ന വേദന അറിയാം. ഒരു വീട്ടിൽ 4 കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ ചിലപ്പോൾ മിക്കവാറും ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. പല കേസിലും അങ്ങനെയായിരുന്നു. അമ്മ ഒറ്റക്കായിരിക്കും ഈ 3 or 4 കുഞ്ഞുങ്ങൾ. അങ്ങനെ എത്രയോ വീടുകൾ, അതിൽ പല കുഞ്ഞുങ്ങളിപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നൊരു വേദനയും വല്ലാത്ത പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവരുടെ കൂടെ നിരന്തരമായിട്ട് സമരത്തിന് പോയിക്കൊണ്ടിരുന്നതും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒക്കെ പോയി ഇരുന്നു കൊണ്ടിരുന്നതും അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ആ നോവലിൽ വരുന്ന ഈ 2 കഥാപാത്രങ്ങളിൽ ഞാൻ കൂട്ടിച്ചേർത്തതാണ്. ബാക്കി അതിൽ വരുന്ന അരുൺ ഡോക്ടർ ഇപ്പോഴും എന്മകജയിൽ ജോലി ചെയ്യുന്നുണ്ട്, ശ്രീപെട്ടർ ഇപ്പോഴും അവിടെ ഉണ്ട്, ശ്രീരാമ എന്ന പേരിൽ വരുന്ന ആൾ, ബാക്കി എല്ലാവരും. അതിൽ കുഞ്ഞുങ്ങൾ പലരും മരണപ്പെട്ടു പോയി. അതിൽ ഷാഹീന പോലെയുള്ള ഏതാനും കുട്ടികൾ മാത്രമേ ഇപ്പോൾ നോവലിൽ വരുന്ന കുട്ടികളായിട്ട് ബാക്കിയുള്ളൂ. അല്ലാതെ കുഞ്ഞുങ്ങൾ കുറേ പേര് രോഗാവസ്ഥയിലുണ്ട്, കുറേ കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. നമ്മുടെ സംഘാടകർ നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞു. ഇനി ഓഡിയൻസിന് ഇൻട്രാക്ഷനുള്ള സമയമാണ്. സംശയങ്ങൾ, പ്രതികരണങ്ങൾ ഒക്കെ അറിയിക്കാം. ഹലോ, ഇന്ന് പരിസ്ഥിതി പ്രവർത്തകന്മാർ ഏറ്റവും കൂടുതൽ വിമർശിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങൾക്കെതിരെ നമ്മുടെ പല പരിസ്ഥിതി പ്രവർത്തകന്മാരും പ്രതികരിച്ച് കാണുന്നില്ല. സുഗതകുമാരിയെ പോലെയുള്ള ചില വിരളിലെണ്ണാവുന്ന പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാർ മാത്രമേ നമ്മുടെ നാടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾക്കും അരാജകത്വങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സമകാലിക വിഷയങ്ങൾക്ക് അതീതമായിട്ട് പ്രതികരിച്ചത് കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ് പല വിഷയങ്ങളിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തകന്മാർ അല്ലെങ്കിൽ എഴുത്തുകാർ മാറി നിൽക്കുന്നു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയിട്ട് ചില കാര്യങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തകന്മാരും അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെ പ്രതികരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന പരിസ്ഥിതി പ്രവർത്തകന്മാർ ഏറ്റവും വിമർശിക്കേണ്ടി വരുന്ന, സമൂഹം വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം നൽകുമെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം. പ്രതികരിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുന്നവരുണ്ടാവാം. എനിക്ക് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും കൃത്യമായ നിലപാട് എനിക്കുണ്ട്. പലയിടത്തും പ്രസംഗത്തിലോ എഴുത്തിലോ അത് പറയാറുണ്ട്. പിന്നെ ഓരോ ഇഷ്യൂ ഉണ്ടാവുമ്പോഴും റോഡിൻ്റെ നടുക്ക് പോയി ഇരുന്നിട്ട് വിളിച്ചു പറയുന്ന ഒരാളല്ല എഴുത്തുകാരൻ. എഴുത്തുകാരൻ പലതും ലേഖനങ്ങളിലോ കഥകളിലോ എല്ലാ വിഷയങ്ങളിലോടും എഴുത്തുകാരൻ പ്രതികരിച്ചു കൊള്ളണം എന്നില്ല. പ്രതികരിച്ചാൽ തന്നെ അത് ലോക്കൽ പേജിൽ പോലും വരാറില്ല. അത് മതമേലധ്യക്ഷന്മാരോ അങ്ങനെയുള്ളവരൊക്കെ പ്രസംഗിക്കുമ്പോഴോ വെള്ളാപ്പള്ളിയോ അങ്ങനെയുള്ള വലിയ വലിയ മനുഷ്യർ, ചുരുക്കി പറഞ്ഞതല്ല കേട്ടോ, വലിയ മനുഷ്യർ പ്രസംഗിക്കുമ്പോഴൊക്കെയാണ് പത്രങ്ങളിൽ വണ്ടൊക്കെയായിട്ട് വരിക. ഞങ്ങളെപ്പോലുള്ള വളരെ ചെറിയ മനുഷ്യർ പ്രസംഗിക്കുമ്പോൾ അത് എവിടെയും വരില്ല. ഞങ്ങൾ കാസർഗോഡ് എന്തൊക്കെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വടകരയിലിരിക്കുന്ന ആളുകൾക്ക് അറിയാൻ ഒരു കാരണവശാലും ഇടയില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ഒരു ഭയത്തോടു കൂടിയാണ് താങ്കൾ നിൽക്കുന്നത് എന്ന താങ്കളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, എടശ്ശേരി വർഷങ്ങൾക്ക് മുമ്പ് 50കളിൽ തന്നെയാണ് അമ്പ പേരാറെ നീ മാറിപ്പോകുമോ ആകുലുമാകുമോ ഒരു അഴുക്ക് ജാലായി. അന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും ഇപ്പോൾ ഭാരതപ്പുഴയുടെ അവസ്ഥ കാണുമ്പോൾ അന്ന് എടശ്ശേരി പറഞ്ഞത് ശരിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ 2 മത്സ്യങ്ങളൊക്കെ എഴുതുമ്പോൾ
ആ 2 മത്സരങ്ങളിൽ പോലും അവസാനം പ്രതീക്ഷയോടുകൂടിയാണ് അവസാനിപ്പിക്കുന്നത്. അതിൽ ശ്രീബുദ്ധനെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ അങ്ങനൊരു ഭയം എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഒറ്റൊരു ചോദ്യം കൂടി, രസകരമായ ചോദ്യമാണ്, വ്യക്തിപരമായൊരു ചോദ്യമാണ്. ഞങ്ങളുടെ പേര് അംബികാസുധൻ എന്ന് വെക്കുന്നുള്ളൂ. അതിന് എന്താണ് കാരണം എന്നുള്ളത്, അതൊരു പുരാണമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ധൃതരാഷ്ട്രരുടെ അമ്മ എന്നർത്ഥത്തിലാണോ അല്ലെങ്കിൽ പാർവതിയുടെ അർത്ഥത്തിലാണോ എന്ന് അത് ഉത്തരം പറയാൻ കഴിയും, പറഞ്ഞാൽ മതി. ഓക്കെ, ചുരുക്കി പറയാം, രണ്ടിനും 54-ലാണ് കുറ്റിപ്പുറം പാലം വരുന്നത്. പക്ഷേ കുറ്റിപ്പുറം പാലം വലിയ ഭയവും ഉത്കണ്ഠയും ഉള്ളത് തന്നെയാണ്. ഈ കോൺക്രീറ്റ് പാലത്തിലൂടെ എന്തെല്ലാം ഇറങ്ങിപ്പോകുമെന്നും എന്തെല്ലാം കയറി വരും എന്നും മാത്രമല്ല, അന്തിമഹാകാളൻ കുന്ന് യന്ത്രം കറക്കിയെറിയുന്ന പമ്പരം പോലെ, അന്തിമഹാകാളൻ കുന്നില്ല, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോകുമ്പോൾ അത് ഏതാണ്ട് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ അന്തിമഹാകാളൻ കുന്നിനെ പോലും എടുത്തു കൊണ്ടുപോയി. കുന്നുകളെല്ലാം പി രാമേന്ദ്രന്റെ കവിതയിലൊക്കെ പറയുന്ന പോലെ എല്ലാം പോയി കഴിഞ്ഞൊരു കാലത്ത് എന്തിനാണ് ഭയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഭയമുണ്ട്. വാസ്തവത്തിൽ 2 മത്സ്യങ്ങളിൽ ആവിഷ്കരിക്കുന്ന വികസനം മനുഷ്യൻ മാത്രം ബാക്കിയാവുന്ന ഒരു സങ്കല്പത്തെയാണോ നിങ്ങൾ വികസനം എന്ന് വിളിക്കുന്നത് എന്നൊരു ചോദ്യം 2 മത്സ്യങ്ങളിലുണ്ട്. അതുപോലെ ഒരു വാക്യം അതിലുള്ളത്, പ്രകൃതിക്ക് പറ്റിയൊരു വലിയ തെറ്റാണ് മനുഷ്യൻ എന്ന് ഒരു വാക്യമുണ്ട്. അതിനെ ഞാൻ കുറെ വിമർശനം എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രകൃതിക്ക് പറ്റിയൊരു വലിയ തെറ്റാണ് മനുഷ്യൻ എന്ന ഒരു വാക്യം അതിൽ തവള പറയുന്നതാണ്. കോവിഡ് കാലത്ത് നമുക്കത് മനസ്സിലായി. കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും വാതിലടച്ച് ഭദ്രമായി അടച്ചിരുന്നപ്പോൾ പ്രകൃതിയിൽ വന്ന മാറ്റം നമ്മൾ പത്രങ്ങളിൽ വായിച്ചത് എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടല്ലോ. പ്രകൃതി അങ്ങ് ഉന്മത്തയായിട്ട് ആഘോഷിക്കുകയായിരുന്നു. ജീവജാലങ്ങൾ വരുന്നു, പിന്നെ നദികൾ തെളിയുന്നു, ആകാശം തെളിയുന്നു, കാശ്മീരിൽ നിന്നിട്ട് ഹിമാലയത്തിന്റെ ഫോട്ടോ എടുക്കുന്നു, ഡൽഹിയിൽ നിന്നാൽ ഹിമാലയം കാണാം. എന്ത് തരത്തിൽ ഡോൾഫിൻ മത്സ്യങ്ങൾ ഗംഗാ നദിയിലൂടെ വരുന്നു, ആഘോഷിക്കുന്നു. മനുഷ്യൻ തടവറയിലാണ്. അതിന്റെ അർത്ഥം എന്താ? ഒരർത്ഥമേ അതിനുള്ളൂ, പ്രകൃതിക്ക് മനുഷ്യനെ ആവശ്യമില്ല. മനുഷ്യനില്ലെങ്കിൽ പ്രകൃതി ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ നമുക്ക് പ്രകൃതി ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, എൻ്റെ വീട്ടിലെ അംഗങ്ങൾക്കെല്ലാം ബാലകൃഷ്ണൻ, നാരായണൻ അങ്ങനെയുള്ള കോമൺ പേരുകളാണ് എല്ലാവർക്കും ഉള്ളതെങ്കിലും എൻ്റെ പേര് മാത്രം മറ്റേതോ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരു വിചിത്രമായ പേരാണ്. മനസ്സിലായില്ലേ? അംബികാസുധൻ എന്ന പേര് നാട്ടിലേ ഇല്ലാത്തൊരു പേരാണ്. അതുണ്ടാവാൻ കാരണം, എൻ്റെ 4-5 വയസ്സായ കുഞ്ഞിനെ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ എടുത്തിട്ട് എൻ്റെ അച്ഛനും അമ്മയും പേരിടാനും ചോറ് കൊടുക്കാനും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സൗപർണിക നദിയിൽ കുളിപ്പിക്കാൻ പ്രഭാതമാവാറായി എന്ന് വിചാരിച്ചിട്ട് പാതിരാത്രി സമയത്ത് ഇറങ്ങിപ്പോയത് വഴിതെറ്റി, കൊടുങ്കാടുള്ള സമയമാണ്, ലൈറ്റൊന്നുമില്ലെന്ന്, ടോർച്ചൊന്നുമില്ല. വഴിതെറ്റി ഇറങ്ങിയത് ഒരു സന്യാസിയുടെ മുമ്പിലാണ്. അദ്ദേഹം ക്ഷുഭിതനായി കൊടുങ്കാട്ടിന് നടുക്ക് തപസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ക്ഷുഭിതനായിട്ട് ചീത്ത വിളിച്ചു. പിന്നെ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് സൗമ്യനായി. എന്തിനാണ് വന്നത് എന്ന് വെച്ചപ്പോൾ ഈ കുഞ്ഞിന് പേരിടാൻ, കുളിപ്പിച്ച് സരസ്വതി മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ട് പേരിടാനാണ്. എന്ത് പേരാണ്? അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇന്ന പേരാണ്, ഒരു കോമൺ പേര് പറഞ്ഞു. അന്നേരം സന്യാസി പറഞ്ഞു, ആ പേര് വേണ്ട, മൂകാംബികയുടെ അടുത്ത് കുഞ്ഞിന് പേരിടാൻ വന്നതല്ലേ, അംബികയുടെ മകൻ സുധൻ എന്നുള്ള അർത്ഥത്തിൽ അംബികാസുധൻ എന്ന് പേരിട്ടാൽ മതി എന്ന് പറയുകയും ആ പേര് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അംബികാസുധൻ 6ാം തരം എന്ന പേരിൽ എഴുതിയൊരു മാസികയിൽ എഴുതിയ കഥ എനിക്ക് തിരിച്ചു കിട്ടിയത് 30 കൊല്ലത്തിന് ശേഷം ആ സ്കൂളിലെ കുട്ടികൾ കണ്ടെടുത്തത് ഈ പേരുള്ളത് കൊണ്ടാണ്. സുരേഷ് എന്നോ മറ്റേതെങ്കിലും ഒരു കോമൺ പേരായിരുന്നുവെങ്കിൽ ആ കുട്ടികൾ കണ്ടെത്തുമായിരുന്നില്ല. അപ്പോൾ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഈ ആദ്യത്തെ കഥ കണ്ടെത്താൻ സാധിച്ചതും ഇപ്പോൾ 50 വർഷമായി കഥ എഴുത്തിന് എന്ന് പറയാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ ഒരു വിചിത്രമായ പേരാണ് എനിക്ക് അങ്ങനെ കിട്ടിയത്. ഇനി ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഈ ഒരു സെഷനെ നന്ദി അർപ്പിക്കാൻ വേണ്ടി ശിവപ്രസാദിനെ ക്ഷണിക്കുന്നു. കഥയും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ഇത്രയും നേരം നമ്മളുമായി സംബന്ധിച്ച ശ്രീ അംബികാസുധൻ മങ്ങാട്ട് അവർക്കും IP പത്മനാഭൻ അവർക്കും വേദിയിലിരിക്കുന്ന പ്രേക്ഷകർക്കും കടത്തനാട് ലിറ്ററേച്ചർ ഫസ്റ്റിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു.